ഞാൻ ഒരു സമസ്തയിട്ട് ബന്ധമില്ലാതെ ഞാൻ പറഞ്ഞും ചെയ്തു. ഉദാഹരണങ്ങൾ ഇങ്ങനെ കൊട്ടക്കണക്കിന് പറഞ്ഞും ചെയ്തു. ആ ഉദാഹരണം മദീനപ്പോ ഇതിനൊക്കെ അപ്പൊ പറയും ഞങ്ങളതിന് മുതലക്കുളം മൈതാനി നല്ലല്ലോ ഞങ്ങളെ സമസ്തന്റെ പേര് അല്ല. പക്ഷെ മുതലക്കുളം എന്ന് പറയുമ്പോ അവിടെ മുതലില്ല കുളമല്ല എന്നത് പറഞ്ഞാൽ നിങ്ങൾ സമസ്ത എന്ന് പറഞ്ഞ ചേളാരിക്കാരെ നിങ്ങളിത് സമസ്തയില്ല, അതിന്റെ ആദർശമല്ല ഇതപ്പൊ അതിന്റെ ചിലപ്പോ തിരിയില്ലേ അങ്ങനെയാണ് പറഞ്ഞു കൊടുക്കണത് നമ്മളെ. പിന്നെപ്പോ എന്താ വെച്ചാല് സമസ്ത ഉണ്ടാക്കിയത് എന്തിനാ? ഈ മുജാഹിദ് ഇല്ല ഈ ജന്തുക്കളുണ്ടല്ലോ. ഇനിയിപ്പോ മുജാഹിദുകളെ ജന്തുക്കളെ വിളിച്ചാൽ ചിലപ്പോ നെസ്റ്റുകാർ ചോദിച്ചു വരും, എന്തിനാണ് നിങ്ങൾ ഓരോ ജന്തുക്കളെ വിളിച്ചത്? ഘടകകക്ഷികളാണ് മുജാഹിദിനെ പറയുമ്പോ ഇവർക്ക് വല്ലാത്ത ബേജാറാ. ഇപ്പൊ ഒരു മുജാഹിദും സുന്നിയും വാദിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്, മതം ഗുണകാംശം. ആ ഗ്രൂപ്പിൽ കയറിയിട്ട് എസ്റ്റുകാരെ ഏർപ്പാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. സുന്നി മുജാഹിദും പറയുമ്പോ അവിടെങ്കിലും ഒന്നും ഉണ്ടാകുന്നതാണ്ട് സുന്നിന്റെ ആദർശം പറയാന്നല്ലാതെ അവിടെ ഏപ്പിനെ കുറ്റം പറയാ. ഈ എന്താ സാധുക്കള് പാവത്തുങ്ങള് അല്ലേ? അതാണ് ഐറ്റങ്ങൾക്ക് ആദർശം. ഐറ്റങ്ങൾക്ക് ആദർശം കെട്ടുപോയാലും വേണ്ടില്ല ഏപ്പിനെ നാല് പറയണം എന്നുള്ളിടത്താണ് ചേളാരി കുട്ടികൾ. അല്ലാഹു തആല അവർക്ക് ഹിദായത്ത് കൊടുക്കട്ടെ. നമുക്ക് അങ്ങനെ ദ്വാരിക്കാം. പിന്നെ അപ്പൊ ഒരു മിനിറ്റ് കഴിഞ്ഞും ചെയ്തു. ഇതിപ്പോ ഇല്ലാന്നും സമസ്തന്റെ ലക്ഷ്യത്തിൽ ഇവരില്ല എന്നുള്ളതിനിക്ക് ഒരുപാട് അങ്ങോട്ട് ഉള്ളു കൂടെ പോകുന്നു വേണ്ട, പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിയാൽ കിട്ടും. സമസ്ത എന്തിനാ ഉണ്ടാക്കിയത്? മുജാഹിദ് ജമാഅത്ത് മുതലായ പുത്തംവാദികൾ, അതായത് ഈ കക്ഷികൾ ഇവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോ അവരെ പ്രതിരോധിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത് അല്ലേ? അതിന് തർക്കം ഉണ്ടാവൂല, ഇവർക്കും തർക്കം ഉണ്ടാവൂല, ഞമ്മക്കും തർക്കമില്ല, ആർക്കും തർക്കമില്ല. ഇനി വെറുതെ തർക്കമില്ല എന്ന് പറഞ്ഞ റഹ്മത്തുള്ള കാശ്മി തന്നെയാണ് പറഞ്ഞിട്ടുണ്ട് അതിനാണ് സമസ്ത ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ തർക്കം വരാം. പിന്നെ കാശ്മീരെ നിങ്ങൾക്ക് സ്വീകാര്യമാണോ ഇല്ലെന്ന് വേറെ ചിന്തിക്കണം. അതങ്ങനെ ഉണ്ട്. ഇവരെ കുറിച്ച് ഇവരെ നേതാക്കന്മാരെ കുറിച്ച് പറഞ്ഞത് ഇവര് നേതാക്കന്മാർക്ക് പണത്തോടും സമ്പാദ്യത്തോടുമാണ് ആർത്തി. ആർക്ക്? ചേളാരിയിലെ നേതാക്കന്മാരോട് റഹ്മത്തുള്ള കാശ്മി തുറന്നാണ് പറഞ്ഞതാ. ന്യൂ ജനറേഷൻ തുടച്ചു മാറ്റും. ആരെപ്പി മാറ്റുന്നത് ആയിക്കൊന്നും ഇപ്പൊ ഞാൻ കടക്കണില്ല, ഇരിക്കട്ടെ. അപ്പോ ഈ സമസ്ത ഉണ്ടാക്കിയത് എന്തിനാ? മുജാഹിദ് ജമാഅത്ത് മുതലായ പുത്തംവാദികളുണ്ടല്ലോ, ആ പുത്തംവാദികളായ ആളുകളെ പ്രതിരോധിക്കാനാണ് സമസ്ത ഉണ്ടാക്കിയത്. പക്ഷേ ഇവിടെ നമ്മൾ കണ്ടതോ മുജാഹിദ് മടവൂര് മൗലവി രണ്ട് ഗ്രൂപ്പാ. ഈ ഗ്രൂപ്പിനെ പരമാവധി ഐക്യപ്പെടുത്താൻ പരിശ്രമിച്ചതാരാ? ചേളാരി സമസ്തയുടെ ഉപാധ്യക്ഷൻ മഹാനായ പാണക്കാട് ഹൈദർ അലി ശിഹാബ് തങ്ങളുപ്പാപ്പ ഇല്ലേ? ആലോചിച്ച് നോക്കി. എന്തിനാ സമസ്ത ഉണ്ടാക്കിയത്? മുജാഹിദിനെ എതിർക്കാം. പിന്നെ എന്താ ഈ സമസ്ത, ഈ ചേളാരി സമസ്തക്കാർ ചെയ്യുന്നത് എന്താ? മുജാഹിദിനെ അടുപ്പിക്കുക, ഒന്നിപ്പിക്കുക, എന്നിട്ട് സുന്നികളെ ഒന്നുകൂടി ഇങ്ങോട്ട് ആരോപിക്കാൻ വേണ്ടിയിട്ട് സുന്നികൾ മമ്പുറത്തേക്ക് പോകുന്നത് ഷിർക്കാണ്, മദീനത്തേക്ക് പോകുന്നത് ഷിർക്കാണ്, മുഹിയുദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത് ഷിർക്കാണ്, യാ ഗൗസ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഒരട്ടം വിളിച്ചാൽ നാലട്ടം കാഫിർ എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്നിപ്പിച്ചു അല്ലേ? ഇതല്ലേ നിങ്ങളെ സമസ്തന്റെ കോലം? ഇനിയിപ്പോ ഒരു ഉദാഹരണം പറഞ്ഞതാ. ഈ എത്രണ്ണമാണെങ്കിൽ നമ്മളിട്ട് പറയാണ്ട് നിങ്ങളെ പറ്റി നിങ്ങളാണ് ഗന്നാ മതി. പുതുമയുള്ളത് പുതുമയോടെ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ. KNJ മീഡിയ.